പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാകും. പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതി യോഗത്തിൽ പ്രതിപക്ഷ പ്രതിനിധി ആധിർ രഞ്ജൻ ചൌധരി വിയോജിപ്പ് രേഖപ്പെടുത്തി. ചീഫ് ജസ്റ്റിസിനെ നിയമന സമിതിയിൽ നിന്ന് ഒഴിവാക്കിയത് നാളെ സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് പുതിയ അംഗങ്ങളുടെ നിയമനം. നിയമമന്ത്രിയും 2 കേന്ദ്ര സെക്രട്ടറിമാരും അടങ്ങിയ സെർച്ച് കമ്മിറ്റി 200-ലധികം പേരുകളാണ് ശുപാർശ ചെയ്തത്. ചുരുക്കപ്പട്ടിക മുൻകൂറായി നൽകണമെന്ന പ്രതിപക്ഷ ആവശ്യം പക്ഷേ പരിഗണിക്കപ്പെട്ടില്ല. യോഗം ചേർന്ന ഉടൻ കോൺഗ്രസ് പ്രതിനിധി ആധിർ രഞ്ജൻ ചൌധരി ഇക്കാര്യത്തിൽ വിയോജിപ്പ് അറിയിച്ചു. കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ ഗ്യാനേഷ് കുമാറും പഞ്ചാബ് കേഡർ ഉദ്യോഗസ്ഥനായ സുഖ്ബീർ സിംഗ് സന്ധുവുമാണ് പുതിയ കമ്മീഷണർമാർ. ഈ നിർദ്ദേശവും ആധിർ രഞ്ജൻ ചൌധരിയുടെ എതിർപ്പ് രേഖപ്പെടുത്തിയാണ് അംഗീകരിച്ചത്. बलविंदर संधू है और एक केरल के मिस्टर गणेश, ये तो होना ही था, जो होना ही था हो रहे हैं. और मैं यूं कि मेरे पास कोई तो ज़्यादा जानकारी नहीं है, अचानक ये सारी जानकारी आप लोग अभी दे रहे हैं. मीटिंग शुरू होने की 10 मिनट पहले. मैं उतने महाज्ञानी तो नहीं है. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ നിയമന സമിതിയിൽ ആധിർ രഞ്ജനെ കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പങ്കെടുത്തു. കേരള കേഡർ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ഗ്യാനേഷ് കുമാർ. പഞ്ചാബ് കേഡറിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനാണ് സുഖ്ബീർ സിംഗ് സന്ധു. ഇരുവരുടെയും നിയമനം പ്രാബല്യത്തിൽ വരുന്നതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ കളമൊരുങ്ങും. കാലാവധി തീരുന്നതിന് മുമ്പ് അരുൺ ഗോയൽ കമ്മീഷണർ സ്ഥാനം കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. ഇതോടെ 3-അംഗ കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മാത്രമാണ് ശേഷിച്ചിരുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതിനുള്ള നിയമഭേദഗതിക്കെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജി നാളെ സുപ്രീംകോടതി പരിഗണിക്കും. സമിതിയിൽ ചീഫ് ജസ്റ്റിസിന് പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്രമന്ത്രി എന്ന വ്യവസ്ഥ മാറ്റിയതാണ് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് തത്സമയം. അത് നിലവിൽ ഉള്ള കാര്യമാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ പുറപ്പെടുവിച്ചു. ഈ ചട്ടങ്ങൾ പുറപ്പെടുവിച്ച് ഈ നിയമം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ധൃതി പിടിച്ച് നടപ്പാക്കുന്ന നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അത്തരമൊരു കേന്ദ്ര നീക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിയമപരമായ തുടർ നടപടികൾ സ്വീകരിക്കാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്തക്ക് വിരുദ്ധമായതും ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കുന്നതുമാണ് ഈ നിയമം. സംഘപരിവാറിൻ്റെ തീവ്ര ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണിത്. വിഭജന രാഷ്ട്രീയത്തിലൂടെ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനുള്ള സംഘപരിവാറിൻ്റെ ഹീനമായ നടപടിയാണിത്. ഈ നടപടി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഐക്യരാഷ്ട്രസഭയിൽ നടക്കം ഈ നിയമത്തിൻ്റെ വിവേചന സ്വഭാവത്തെക്കുറിച്ച് വിമർശനമുയർന്നു കഴിഞ്ഞു. CAA എല്ലാ അർത്ഥത്തിലും ഇന്ത്യ എന്ന ആശയത്തിനെതിരായ വെല്ലുവിളിയാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ഈ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 അതിനു മുൻപോ ഇന്ത്യയിലേക്ക് കുടിയേറിയ മുസ്ലിം ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുക, ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രം പൗരത്വം നിഷേധിക്കുക, ഇതാണ് ഈ നിയമത്തിൻ്റെ കാതൽ. ഇത് ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. പ്രത്യേക മതവിശ്വാസത്തെ പൗരത്വം നിർണയിക്കുന്ന വ്യവസ്ഥയാക്കുകയാണ്. പുറന്തള്ളലിൻ്റെ രാഷ്ട്രീയമാണിത്. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം
പൗരന്മാരായി കണക്കാക്കുന്നു. ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കുന്ന സംഘപരിവാർ തലച്ചോറുകളിൽ നിന്നാണ് ഈ വിഷലിപ്തമായ നിയമം ജന്മം കൊണ്ടത്. അനധികൃത കുടിയേറ്റക്കാർ എന്ന പ്രയോഗം ആദ്യമായി പൗരത്വ നിയമത്തിൽ വന്നത് 2003 വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ്. എന്നാൽ ആരാണ് അനധികൃത കുടിയേറ്റക്കാർ എന്നത് നിർവചിക്കപ്പെട്ടത് മതാടിസ്ഥാനത്തിലായിരുന്നില്ല. 2019 ഭേദഗതിയാണ് പൗരത്വത്തെ നിർവചിക്കാനുള്ള അടിസ്ഥാനമാക്കി മതത്തെ മാറ്റിയത്. മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ പൗരത്വ സങ്കല്പം രാജ്യത്തിൻ്റെ ഭരണഘടനയിലുള്ളതല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ 14, 21, 25 ഈ വകുപ്പുകളുടെയും ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായ മതേതരത്വത്തിൻ്റെയും ലംഘനമാണ് ഈ നിയമം. മൗലികാവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിൽ ഒരു നിയമവും സർക്കാരുകൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പ്രകാരം ഇന്ത്യൻ ഭൂപ്രദേശത്തിനകത്ത് ഏവർക്കും നിയമത്തിനു മുന്നിൽ സമത്വം, ഇക്വാലിറ്റി ബിഫോർ ലോ, തുല്യമായ നിയമസംരക്ഷണം, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് ഉറപ്പു നൽകുന്നുണ്ട്. കുടിയേറ്റക്കാരെ മുസ്ലിങ്ങളെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്നതിലൂടെ ഇന്ത്യ എക്കാലവും ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനാ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായി മതപരമായ വിവേചനത്തെ നിയമപരമാക്കാൻ ശ്രമിക്കുകയാണ്. അയൽ രാജ്യങ്ങളിൽ പീഡനം നേരിടുന്ന ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ ആ രാജ്യങ്ങളിൽ പീഡനം നേരിടുന്ന മുസ്ലിം മതന്യൂനപക്ഷങ്ങളെ എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത്? പാകിസ്ഥാനിലെ അഹമ്മദീയ മുസ്ലിങ്ങൾ, അഫ്ഗാനിസ്ഥാനിലെ ഹസര വിഭാഗക്കാർ, മ്യാൻമറിലെ റോഹിംഗ്യകൾ, ശ്രീലങ്കൻ തമിഴ് വംശജർ എല്ലാം പൗരത്വത്തിൻ്റെ പടിക്ക് പുറത്താവുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെയാണ് വ്യക്തമാക്കുന്നത്. റോഹിംഗ്യൻ അഭയാർത്ഥികളെ ഇന്ത്യയിൽ നിന്ന് നാടുകടത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. കുടിയേറിയ മുസ്ലിങ്ങളുടെ പൗരത്വത്തെ നിയമവിരുദ്ധമാക്കുകയാണ് CAAയുടെ യഥാർത്ഥ ലക്ഷ്യം. ബുദ്ധമതക്കാരും ഹിന്ദുക്കളും സിഖുകാരും ഒഴികെയുള്ള എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും രാജ്യത്ത് നിന്ന് നീക്കം ചെയ്യുമെന്ന് പലവട്ടം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രസ്താവിച്ചിട്ടുണ്ട്. NRC ബംഗാളിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കുമെന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം പ്രഖ്യാപിച്ചു. 2019 നവംബർ 21 2019 ഡിസംബർ 21 പാർലമെൻറ്റിൽ അമിത്ഷാ ഇക്കാര്യം ആവർത്തിക്കുകയുണ്ടായി. NRC രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കുമെന്നും ഒരു നുഴഞ്ഞുകയറ്റക്കാരനെയും വിടില്ലെന്നുമാണ് അന്ന് പറഞ്ഞത്. കേന്ദ്ര സർക്കാർ 2019 ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ പാസാക്കിയെടുത്തപ്പോൾ തന്നെ അതിനെതിരെ പ്രതിഷേധവുമായി കേരളമാകെ ഒന്നിച്ചണിനിരന്നു. മതനിരപേക്ഷതയിൽ നിന്ന് വ്യതിചലിക്കുന്നത് ഭരണഘടനയുടെ
അടിത്തറ തോണ്ടുന്നതിന് തുല്യമാണെന്ന് LDF സർക്കാർ അന്ന് വ്യക്തമാക്കി. പൗരത്വ ഭേദഗതി നിയമം മനുഷ്യത്വ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന നിലപാട് സംസ്ഥാന സർക്കാർ തുടക്കം മുതൽ ആവർത്തിച്ചു. പൗരത്വ ഭേദഗതി നിയമമോ പൗരത്വ പട്ടികയോ NRCയോ ജനസംഖ്യ രജിസ്റ്ററോ NPRോ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന തീരുമാനമെടുത്ത ആദ്യ സംസ്ഥാനമാണ് കേരളം. എല്ലാവരെയും ഒരുമിപ്പിച്ച് പ്രക്ഷോഭം നടത്താനാണ് സർക്കാർ അന്ന് മുൻകൈയെടുത്തത്. പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്ത് യോജിച്ച പ്രക്ഷോഭത്തിനാണ് തയ്യാറായത്. സർക്കാർ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ കൂട്ടായ്മയും തുടർന്ന് നടന്ന സർവകക്ഷി യോഗവും ഈ വിഷയത്തിൽ ഐക്യം രൂപപ്പെടുത്തി. പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം പാസാക്കാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു. പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരള നിയമസഭയാണ് രാജ്യത്താദ്യം പ്രമേയം പാസാക്കിയത്. 2019 ഡിസംബറിലായിരുന്നു ഇത്. ഈ വിഷയത്തിൽ മുൻകൈയെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് 13 BJP ഇതര മുഖ്യമന്ത്രിമാർക്ക് കേരള മുഖ്യമന്ത്രി എന്ന നിലയിൽ കത്തെഴുതുകയുണ്ടായി. വിശാലമായ യോജിപ്പിന് വഴി തുറക്കാനാണ് ഇത് ചെയ്തത്. ഭരണഘടനാ സംരക്ഷണ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് ഇവിടെ RSSൻ്റെ അജണ്ടകൾ നടപ്പാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ പൗരത്വ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജിയും നൽകി. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്ന ആദ്യ സംസ്ഥാനം നമ്മുടേതാണ്. സർക്കാർ ഇങ്ങനെ ശക്തമായ നിലപാടെടുത്തപ്പോൾ തന്നെ LDF നേതൃത്വത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ദേശീയപാതയിൽ മനുഷ്യച്ചങ്ങല തീർത്തു. പൗരത്വ പ്രശ്നത്തിൽ ആശങ്കയുള്ള ജനവിഭാഗത്തിൻ്റെ ആകെ ഭീതി മാറ്റി ഒപ്പമുണ്ടെന്ന ധൈര്യം പകരുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. എന്നാൽ ആദ്യഘട്ടത്തിൽ യോജിപ്പിന് തയ്യാറായ കോൺഗ്രസ് വളരെ പെട്ടെന്ന് ചുവട് മാറ്റി. നിയമസഭ ഒറ്റക്കെട്ടായി പാസാക്കിയ പ്രമേയത്തെ പോലും അന്നത്തെ KPCC പ്രസിഡന്റ് പരിഹസിച്ചു. പ്രമേയം പാസാക്കിയതിൽ മുഖ്യമന്ത്രി മേനി നടിക്കണ്ട എന്നും പ്രമേയം പാസാക്കിയതുകൊണ്ട് കേന്ദ്രം പാസാക്കിയ നിയമം ഇല്ലാതാകില്ലല്ലോ എന്നുമായിരുന്നു അന്നത്തെ KPCC പ്രസിഡന്റിൻ്റെ പ്രസ്താവന. യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന നിലപാടാണ് പിന്നീട് കോൺഗ്രസിൽ നിന്നും വന്നത്. വർഗീയ വിഭജന നിയമത്തിനെതിരെ യോജിച്ച പ്രക്ഷോഭങ്ങൾക്ക് ഉറച്ച പിന്തുണ നൽകിയ കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിരുന്നു കോൺഗ്രസിൻ്റെ ഈ തീരുമാനം. ഇടതുപക്ഷവുമായി യോജിച്ച പൗരത്വ വിഷയത്തിൽ പ്രക്ഷോഭത്തിനിറങ്ങിയവർക്ക് നേരെ കോൺഗ്രസ് പാർട്ടി അവരുടെ പാർട്ടി തലത്തിൽ നടപടിയെടുക്കുന്ന നിലവരെയുണ്ടായി. BJP സർക്കാർ പൗരത്വ ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ പാസാക്കിയെടുത്ത 2019 ഡിസംബർ 2-ാം വാരത്തിൽ തന്നെ രാജ്യത്താകെ പ്രതിഷേധങ്ങൾ ഉയർന്നതാണ്. മതനിരപേക്ഷ രാഷ്ട്രീയം മുറുകെ പിടിക്കുന്നവർ ഡിസംബർ 10-ന് രാജ്യത്തിലാകെ തെരുവിലിറങ്ങി. അപ്പോൾ
കോൺഗ്രസ് എം പിമാർ പാർട്ടി അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ണുകയായിരുന്നു. ജനകീയ സമരത്തിൽ പങ്കെടുത്ത CPM നേതാക്കളായ സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് എന്നിവരടക്കം ഡൽഹിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ എം പിമാർ ജനകീയ സമരത്തിന് പിന്തുണയുമായി നിലകൊണ്ടു. 2019 ഡിസംബർ 9 ലോക്സഭയിൽ പൗരത്വ ഭേദഗതി ബിൽ അവതരിപ്പിച്ചപ്പോൾ കേരളത്തിൽ നിന്നും അതിനെതിരെ ഏറ്റവും ശക്തമായ ശബ്ദമുയർത്തിയത് ഒരേയൊരു അംഗം മാത്രമായിരുന്നു, ആലപ്പുഴ MP AM ആരിഫ്. ഭരണഘടനാ വിരുദ്ധമായ ഉള്ളടക്കമുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ സാങ്കേതികമായി പ്രതികരിച്ചു എന്ന് വരുത്തി മൂലക്കിരിക്കുകയായിരുന്നു കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർ. കേരളത്തിനെതിരെയും കേരളത്തിലെ സർക്കാരിനെതിരെയും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാനുള്ള ആവേശത്തിൻ്റെ 100-1 ആവേശം പോലും പൗരത്വ ബിൽ വിഷയത്തിൽ പാർലമെൻറ്റിൽ കോൺഗ്രസ്സുകാർ കാണിച്ചില്ല. ലോക്സഭയിൽ എന്ന പോലെ രാജ്യസഭയിലും ഇടതുപക്ഷ അംഗങ്ങൾ അധാർമിക ബില്ലിനെതിരെ പ്രതിരോധം സൃഷ്ടിച്ചു. ഇടതുപക്ഷ അംഗങ്ങളായ എളമരം കരീമും ബിനോയ് വിശ്വവും KK രാഗേഷും ബില്ലിനെതിരെ രാജ്യസഭയിൽ ശക്തിയുക്തം എതിർപ്പുയർത്തി. പൗരത്വ ഭേദഗതി ബില്ലിലെ ഭരണഘടനാ വിരുദ്ധതയ്ക്കെതിരെ രാജ്യസഭയിലെ ഇടതുപക്ഷ അംഗങ്ങൾ ഭേദഗതി നിർദ്ദേശിക്കുകയും ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ബില്ല് വോട്ടിനിടാൻ ആവശ്യപ്പെട്ടതും ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടാൻ പ്രമേയം കൊണ്ടുവന്നതും ഇടതുപക്ഷ എം പിമാരായിരുന്നു. 2020 ജനുവരിയിൽ ഡൽഹി രാജ്യതലസ്ഥാനത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം കനത്തപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് എം പിമാരെ കാണാനുണ്ടായിരുന്നില്ല. സമരത്തിനെതിരെ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ പകപോക്കൽ സമീപനമാണ് പിന്നീട് കണ്ടത്. തുടർന്ന് സംഘപരിവാർ ആസൂത്രണത്തിൽ ഡൽഹിയിൽ മുസ്ലിം വിരുദ്ധ കലാപം നടക്കുകയുണ്ടായി. ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അവിടെയും രക്ഷകരായി എത്തിയത് ഇടതുപക്ഷ ജനപ്രതിനിധികൾ മാത്രമായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഒത്താശയോടെ സംഘടിത ന്യൂനപക്ഷ വേട്ടയാണ് അവിടെ നടന്നത്. കലാപത്തിനിരയായവർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും പ്രധാനമന്ത്രിയോടും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോടും കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ഇടത് എം പിമാർ ആവശ്യപ്പെട്ടു. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധിച്ച ജാമിയ മില്ലിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ ക്രൂരമായാണ് പോലീസ് കൈകാര്യം ചെയ്തത്. ഇതിൽ പ്രതിഷേധിച്ച് ഷഹീൻബാഗിൽ നടന്ന സമരത്തിൽ പോലീസിൻ്റെ മൗനാനുവാദത്തോടെ സാമൂഹ്യ വിരുദ്ധർ ആക്രമണം അഴിച്ചുവിട്ടു. ഇതിനെതിരെയും സംരക്ഷണ കവചവുമായി ഓടിയെത്തിയത് ഇടത് എം പിമാരും ഇടതുപക്ഷ നേതാക്കളുമാണ്. കുറ്റകരമായ മൗനമാണ് കോൺഗ്രസ് പുലർത്തിയത്. കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിൻ്റെ അങ്ങേയറ്റം വിദ്വേഷകരമായ പ്രസംഗം അന്നാണ് ഉണ്ടായത്. ഗോലിമാരോ സാലോങ്കോ എന്ന വിവാദ പ്രസംഗവും കലാപാഹ്വാനവും. ഡൽഹിയിൽ കലാപാഹ്വാനം ചെയ്ത കേന്ദ്രമന്ത്രിക്കെതിരെ ബൃന്ദ കാരാട്ടും CPIM ഡൽഹി സംസ്ഥാന സെക്രട്ടറിയുമാണ് അന്ന് കോടതിയെ സമീപിച്ചത്. ഡൽഹി കലാപത്തിലെ
ഉത്തരവാദികളെ ശിക്ഷിക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാർ ഇരകൾക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് പിന്നീടുണ്ടായത്. CAA വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവരെ അകാരണമായി അറസ്റ്റ് ചെയ്തു. ഡൽഹി കലാപത്തിൻ്റെ യഥാർത്ഥ പ്രതികൾ പുറത്ത് വിലസി നടക്കുമ്പോൾ ഇരകൾ ക്രൂശിക്കപ്പെട്ടു. പൗരത്വ നിയമത്തിനെതിരായ പ്രക്ഷോഭങ്ങളെ നയിച്ചതിൻ്റെ പേരിലാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പേര് ഡൽഹി പോലീസ് കുറ്റപത്രത്തിൽ പെടുത്തിയത്. രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു നേതാവിൻ്റെ പേര് പോലും ഡൽഹി പോലീസിൻ്റെ കുറ്റപത്രത്തിൽ ഇല്ലായിരുന്നു. കാരണം പൗരത്വ നിയമത്തിനെതിരായ സമരങ്ങളിൽ കോൺഗ്രസ് എവിടെയും ഇല്ലായിരുന്നു. വളരെ വൈകിയാണ് പൗരത്വ ബിൽ വിഷയത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് പരസ്യമായി നിലപാട് പറഞ്ഞത് തന്നെ. കേരളത്തെ മാതൃകയാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്ന പഞ്ചാബ് നിയമസഭ 2020 ജനുവരിയിൽ പൗരത്വ വിഷയത്തിൽ പ്രമേയം പാസാക്കിയത്. കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് ഔദ്യോഗികമായി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലായതുകൊണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞുവെന്ന് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് ഇനിയും ഈ കാര്യത്തിൽ ഒരു നിലപാടില്ലേ? ഇതുവരെയും കോൺഗ്രസ് പാർട്ടിയോ അതിൻ്റെ ദേശീയ അധ്യക്ഷനോ ഈ വർഗീയ വിഭജന നിയമത്തിന് എതിരെ ഔദ്യോഗികമായി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. CAA-ക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി ഉയർത്തുന്നത്. കേരളത്തിൽ ഒരു കാരണവശാലും അത് നടപ്പാക്കാൻ കഴിയില്ല, നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് തന്നെ എതിരാണ് CAA. ഒപ്പം കോൺഗ്രസിനും വിമർശനമുണ്ട്. കുറ്റകരമായ മൗനമാണ് CAA വിഷയത്തിൽ കോൺഗ്രസ് പുലർത്തിയത് എന്നാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. ഇനി ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശത്തിൽ രാംനാഥ് കോവിന്ദ് സമിതി രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. 18,626 പേജുകളുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. 2029 മുതൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കണമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ടെന്നാണ് വിവരം. 5 മാസത്തിന് മുൻപാണ് രാംനാഥ് കോവിന്ദ് സമിതി പ്രവർത്തനം ആരംഭിച്ചത്. 191 ദിവസത്തെ നടപടികൾക്ക് ശേഷം 18,626 പേജുകളുള്ള റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് സമർപ്പിച്ചു. 8 സെക്ഷനുകളിലായാണ് റിപ്പോർട്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിക്ക് അനുകൂലമായ നിലപാടാണ് റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. 1951-67 കാലഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിൽ പദ്ധതിക്ക് അനുകൂലമായി ചൂണ്ടിക്കാട്ടുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് പുതുമയുള്ളതല്ലെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. രാഷ്ട്രീയ കാരണങ്ങളാലാണ് ഒരുമിച്ച് നടന്ന തെരഞ്ഞെടുപ്പുകൾ രാജ്യത്ത് പല കാലങ്ങളിലായതെന്ന അഭിപ്രായവും റിപ്പോർട്ട് ഉൾക്കൊള്ളുന്നു. പദ്ധതി വഴി സാമ്പത്തികമായി രാജ്യത്തിനുണ്ടാകുന്ന നേട്ടങ്ങളും റിപ്പോർട്ട് വിവരിക്കുന്നുണ്ട്. രാഷ്ട്രപതിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ ഉചിതമായ തീരുമാനം ഇനി മന്ത്രിസഭ കൈക്കൊള്ളും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ദീപ്തിയെ തള്ളി ദല്ലാൾ. LDF സ്ഥാനാർത്ഥിയാകാൻ EP ജയരാജൻ ക്ഷണിച്ചെന്ന കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസിന്റെ വാദം തള്ളി ദല്ലാൾ TG നന്ദകുമാർ. ദീപ്തി മേരി വർഗീസ് ജയരാജനെയാണ് സമീപിച്ചതെന്ന് TG നന്ദകുമാർ 24-നോട് പറഞ്ഞു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ദീപ്തി മേരി വർഗീസ് ഉമാ തോമസിന് വോട്ട് ചെയ്തില്ലെന്നും വിവിപാറ്റ് രസീത് തനിക്ക് അയച്ചു നൽകിയെന്നും TG നന്ദകുമാർ പറഞ്ഞു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ദീപ്തി മേരി വർഗീസ് ഉമാ തോമസിന് വോട്ട് ചെയ്തില്ലെന്ന ആരോപണമാണ് ദല്ലാൽ നന്ദകുമാർ ഇന്ന് ഉന്നയിച്ചത്. EP ജയരാജൻ ദീപ്തിയെ കണ്ടു എന്ന ആരോപണവും നന്ദകുമാർ നിഷേധിച്ചു. ദീപ്തി മേരി വർഗീസ് പറയുന്നത് 100% തെറ്റായ കാര്യമാണ്. ദീപ്തി മേരി വർഗീസിനെ ചെന്ന് കണ്ടത് ഞാനാണ് അവരുടെ ഫ്ലാറ്റിൽ. അവരാണ് EP ജയരാജനെ വന്ന് കണ്ടത്.
അന്ന് കാണാൻ എന്താ ബുദ്ധിമുട്ട്? ബൈ ഇലക്ഷൻ്റെ ചാർജുമായിട്ട് അദ്ദേഹം പാലാരിട്ടത്തുണ്ട്, താമസം എവിടെയാണ്? ഞാൻ ആദ്യം ഒന്നും പോയി കണ്ടിട്ടില്ല. വെറുതെ തെറ്റായ കാര്യമാണ് ഒരു. ഉമാ തോമസിന് വോട്ട് ചെയ്തില്ല എന്ന് തെളിയിക്കാൻ വിവിപാറ്റിന്റെ സ്ലിപ്പ് ഫോട്ടോ ദീപ്തി തനിക്ക് അയച്ചു നൽകി. അത് താൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്നും നന്ദകുമാർ പറഞ്ഞു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയാക്കുന്നതിനായി ദീപ്തി മേരി വർഗീസിനെ EP ജയരാജൻ നേരിട്ട് കണ്ടുവെന്ന് ദീപ്തി മേരി വർഗീസ് ഇന്നലെ പറഞ്ഞിരുന്നു. CPM-ൽ നിന്ന് ഓഫർ വന്ന കാര്യം ദീപ്തി പാർട്ടിയെ അറിയിച്ചിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. അല്ല, ഇലക്ഷൻ കാലത്ത് ഇവരെല്ലാവരും വിളിച്ചിട്ടുണ്ട്, കുറേ ആളുകളെ വിളിച്ചിട്ടുണ്ട്. വരുമോ ഇല്ലെന്ന് നോക്കി. കാരണം തൃക്കാക്കരയിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ആർക്കെങ്കിലും പരിഭവമുണ്ടോ, ആർക്കെങ്കിലും വിഷമമുണ്ടോ, വിഷമം ഉണ്ടാകാൻ സാധ്യത ആർക്കെങ്കിലും ഉണ്ടോ, അവരൊക്കെ കാലുമാറ്റം നോക്കിയിട്ടുണ്ട്. നന്ദകുമാറുമായുള്ള ബന്ധം എന്തെന്ന് CPIM വ്യക്തമാക്കണമെന്നും സതീശൻ പറഞ്ഞു. ഇതിനിടെയാണ് ദീപ്തി മേരി വർഗീസിനെ രാഷ്ട്രീയമായി കുഴപ്പത്തിലാക്കുന്ന പുതിയ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. S. ശ്യാംകുമാർ, 24, കൊച്ചി. LDF പ്രവേശനത്തിനായി EP ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ദല്ലാൾ TG നന്ദകുമാറിന്റെ ആരോപണങ്ങൾ തള്ളി കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ്. ഓരോ ദിവസവും ഓരോ ആരോപണം നന്ദകുമാർ പറയുന്നു. പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചിച്ച ശേഷം നിയമ നടപടി സ്വീകരിക്കുന്നതിൽ തീരുമാനമെടുക്കുമെന്നും ദീപ്തി മേരി വർഗീസ് വ്യക്തമാക്കി. അത് നിങ്ങൾക്ക് ആലോചിക്കാവുന്നേ ഉള്ളല്ലോ. അതെങ്ങനെയാണ് ഒരാൾ വോട്ട് ചെയ്യുന്നത് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റുക? പിന്നെ വ്യാജരേഖ ചമയ്ക്കലിനും വ്യാജമായി കാര്യങ്ങൾ പറയുന്നതിനുമൊക്കെ ഒരാൾ മുതിർന്നിറങ്ങിക്കഴിഞ്ഞാൽ അത് എന്താന്ന് വെച്ചാൽ അതിന്റെ രീതിയിൽ അതിനെ കാണാം. അത് ഞാൻ പാർട്ടി നേതൃത്വമായിട്ട് സംസാരിച്ചിട്ട് അതിനെന്താന്ന് വെച്ചാൽ ഇന്നലെ പറയുന്നു അവരെന്നെ ഇങ്ങോട്ട് ബന്ധപ്പെട്ടു എന്ന് പറയുന്നു. ഇന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്, ഞാൻ അങ്ങോട്ട് പോയി എന്നാ പറയുന്നത്. അപ്പൊ അതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാ? ഇന്നത്തെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവ വികാസം, തിരുവനന്തപുരത്ത് 3 കോൺഗ്രസ് നേതാക്കൾ BJP-യിൽ ചേർന്നു. DCC മുൻ ജനറൽ സെക്രട്ടറിമാരായ തമ്പാനൂർ സതീഷ്, CN ഉദയകുമാർ എന്നിവരും കേരള സ്പോർട്സ് കൌൺസിൽ മുൻ അധ്യക്ഷ പത്മിനി തോമസുമാണ് BJP-യിൽ ചേർന്നത്. സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പുതുതായി പാർട്ടിയിൽ ചേരാൻ എത്തിയവരെ സ്വീകരിച്ചത്. K. സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനുമൊപ്പം BJP തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയാണ് കോൺഗ്രസ് നേതാക്കൾ അംഗത്വം സ്വീകരിച്ചത്. സ്വാഗതം, സുസ്വാഗതം. പത്മിനി തോമസിന് സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. അങ്ങയുടെ അനുഭവ സമ്പത്തും പരിചയ സമ്പത്തും ബഹുമാനപ്പെട്ട ലീഡർ ശ്രീ K. കരുണാകരനോടുള്ള പ്രവർത്തന പരിചയവും ഇനി തിരുവനന്തപുരത്തെ BJP-യുടെ കുതിപ്പിൽ ഒരു മുതൽക്കൂട്ടാകും. ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിനെയാണ്. അദ്ദേഹം DCC-യുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. തമ്പാനൂർ സതീശനും പത്മിനിക്കുമൊപ്പം മുൻ DCC ജനറൽ സെക്രട്ടറി VN ഉദയകുമാറും പ്രാദേശിക പാർട്ടി പ്രവർത്തകരും അംഗത്വം നേടി. പരാതികൾ കേൾക്കാൻ തയ്യാറാകാതെ കോൺഗ്രസ് അവഗണിച്ചെന്ന് പത്മിനി തോമസ് തുറന്നടിച്ചു. മനസ്സ് മടുത്താണെന്ന് തന്നെ പറയാം. കാര്യം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ എനിക്കുണ്ടായി. പത്മിനി തോമസ് ഈ സംഘടനയിൽ വന്നിരിക്കുന്നത് സ്ഥാനമാനങ്ങളൊന്നും നോക്കിക്കൊണ്ടല്ല. ഇന്ന് ഞാൻ ഒരു സ്ഥാനമാനത്തിൻ്റെയും പുറകെ പോയിരുന്നു. ഈ BJP വരുമ്പോഴും ഞാൻ ഒരു സ്ഥാനമാനവും നോക്കിയല്ല ഞാൻ വന്നിരിക്കുന്നത്. കാരണം മോദിജി, ഞാൻ എപ്പോഴും നല്ല ഒരു ഇതിൽ കാണുന്ന മോദിജിയുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. കായിക രംഗത്ത് എന്തുമാത്രം കാര്യങ്ങളാണ് മോദിജി ചെയ്യുന്നത്. മോദിയുടെ ഗ്യാരണ്ടിയാണ് കോൺഗ്രസുകാർ BJP-യിലേക്ക് പോകാൻ കാരണമെന്ന് തമ്പാനൂർ സതീഷ്. ഇന്ന് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ കിടക്കുന്ന കണ്ടു. കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്നവർ കൊണ്ട് കോൺഗ്രസിന് ഒരു പ്രശ്നവും വരില്ല എന്നാണ് ചില നേതാക്കളൊക്കെ പ്രസ്താവിച്ചിട്ടുള്ളത്. ഇത് തുടക്കമേ ആയിട്ടുള്ളൂ. കേരളത്തിലെ 14 ജില്ലകളിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ കുത്തൊഴുക്കായിരിക്കും BJP-യിലേക്കെന്ന മുന്നറിയിപ്പ് കോൺഗ്രസ് നേതാക്കന്മാർ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇരു മുന്നണികളിൽ നിന്നും കൂടുതൽ നേതാക്കൾ BJP-യിലെത്തുമെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയിലെ കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസ് ക്യാമ്പിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ.
ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്ത് ബില്ലുകൾ മാറുന്നതിനുള്ള ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ്. ജാനുവരി 31 വരെയുള്ള എല്ലാ ബില്ലുകളും പാസാക്കി പണം നൽകാൻ ട്രഷറികൾക്ക് ധനവകുപ്പിന്റെ നിർദ്ദേശം. സംസ്ഥാനത്ത് നാളെ മുതൽ 3 ദിവസം റേഷൻ വിതരണമില്ല. ആധാർ മസ്റ്ററിംഗ് നടക്കുന്നതിനാലാണ് റേഷൻ കടകൾക്ക് അവധി. കലോത്സവ സംഘർഷത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കേരള സർവകലാശാല. കോഴക്കേസിലെ ആരോപണ വിധേയൻ PN ഷാജിയുടെ മരണവും അന്വേഷിക്കണമെന്ന ആവശ്യം. സംസ്ഥാനത്ത് പ്രതിദിന വൈദ്യുതി ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിന് മുകളിൽ തുടരുന്നു. പ്രതിസന്ധി രൂക്ഷമാണെങ്കിലും നിയന്ത്രണങ്ങൾ വേണ്ടെന്ന നിലപാടിൽ സർക്കാർ. പാലക്കാട് എക്സൈസ് ലോക്കപ്പിനുള്ളിൽ പ്രതി മരിച്ച സംഭവത്തിൽ 2 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. എക്സൈസിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. പൗരത്വ ഭേദഗതി നിയമത്തിൽ പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ച് അമിത്ഷാ. ഇന്ത്യൻ പൗരത്വം ഉറപ്പാക്കുന്നത് പരമാധികാര അവകാശം. വിട്ടുവീഴ്ചയില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഐ ലീഗ് ഫുട്ബോളിൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ ഗോകുലം കേരള. ഐസ്വാൾ FC-ക്കെതിരായ മത്സരം രാത്രി 7-ന് കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു. ഇനി ഇന്ന് സംഭവിച്ചതുമായി പ്രവിത ലക്ഷ്മി. നമസ്കാരം.